ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനിയെങ്കിലും അഹങ്കാരം നിർത്തൂ, ഇനിയെങ്കിലും പരിഹാസം നിർത്തൂ, വന്നാലെങ്കിലും ഒന്ന് പഠിക്കൂ മൗലവിമാരെ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, കറാമത്തിൽ ഇവർക്കുണ്ടോൽ ആർക്ക് മുജാഹിദിന് കറാമത്തുണ്ട്. അതായത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മൗലവി പറയുന്നത്, ഞാൻ മൗലവിയുടെ പിതാവ് യാസീൻ ഓതിയിട്ട് പൈസ വാങ്ങിയിട്ട് അതിനെ മൗലവി പരിഹസിച്ചു, പിതാവിനെ കുറ്റം പറഞ്ഞു എന്ന് ഇവിടുന്ന് പ്രസംഗിച്ചിരുന്നു. അതിന് മൗലവി ഇപ്പൊ എന്ത് ചെയ്തു അറിയോ? എന്റെ ബാപ്പനെ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ അയാളെ ബാപ്പനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ അദ്ദേഹത്തെ ബാപ്പയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയൂലേ, അതുപോലെ ഇക്രിമത്ത് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോ അബൂജഹലിന്റെ ചരിത്രം പറയൂലേ. ചരിത്രം പറഞ്ഞാൽ ബാപ്പനെ പറയലാണെങ്കിൽ പിന്നെ നമ്മളെ കിതാബ് മുഴുവനും ബാപ്പനെ പറഞ്ഞ കിതാബാന്ന് വരൂലേ. അപ്പൊ ഞാൻ ചരിത്രം പറഞ്ഞതല്ലാതെ ഒരു ചീത്തയും ഞാൻ അയാളെയും പറഞ്ഞില്ല, ബാപ്പനെയും പറഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഇയാള് പറയുന്നത് ഞാൻ എന്റെ ചരിത്രം മുഴുവനും പേരോട് ഇവിടുന്ന് പറഞ്ഞു, ഉപ്പാന്റെ മക്കളെല്ലാം എണ്ണി. ഇപ്പൊ എന്റെ പെങ്ങൾ എന്നോട് ചോദിക്കുന്നത്, എന്ത് നമ്മളൊട്ടാകെ ഫേമസ് ആയല്ലോ. എന്താ സംഗതി എന്നറിയോ? സംഗതി ഇയാളെ നാട്ടില് ഞാൻ പ്രസംഗിച്ച 4 ദിവസത്തെ 8 CD കൊണ്ടുപോയിട്ട് അവിടുത്തെ ഇയാളെ കുടുംബക്കാരി എന്നെ പ്രദർശിപ്പിച്ചു. കാരണം അവർക്കൊക്കെ വേദന ഉണ്ട് ഇയാളെ വാപ്പനെ പറഞ്ഞ വകയില്. അങ്ങനെ അയാളെ വാപ്പനെ സ്നേഹിക്കുന്ന കുടുംബക്കാര് അയാളെ നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്റെ പ്രസംഗത്തിന്റെ CD പ്രദർശിപ്പിച്ചു. അങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അവിടുന്ന് നാട്ടുകാർ മുഴുവൻ ഒരു കേട്ടപ്പോ ഇയാള് പെങ്ങളും കേട്ടിട്ടുണ്ടാവും. പെങ്ങൾ ഇയാളോട് ചോദിക്കാണ്, നമ്മൾ ഫേമസ് ആയല്ലോ. അപ്പോ ഇയാളെന്നെ പറയും, ഇവിടെ മതി, എന്റെ പെങ്ങൾ എന്നോട് ചോദിച്ചു നമ്മൾ ഫേമസ് ആയല്ലോ. അപ്പൊ മൗലവിന്റെ മറുപടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. മറുപടി എന്നറിയോ? അത് ബാപ്പാന്റെ കറാമത്താണ്, യാസീനോന്റെ മൊഴിയാരെ കറാമത്തെ. അതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇനി നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നാദാവൃത്തന്ന് മുജാഹിദീങ്ങൾ തുടങ്ങിയതെന്നറിയോ? മരിച്ച കറാമത്തില്ല എന്ന് വാദിച്ചിട്ട് കുതുബിത്തങ്ങളടക്കമുള്ള നമ്മുടെ മഹാന്മാര് വാദപ്രതിവാദം നടത്തിയിട്ട് കറാമത്തില്ല, മരിച്ച കറാമത്തില്ല എന്ന് പറയാൻ വേണ്ടി സെങ്കത്തീവ് കറാമത്തിൽ ഔലിയായി ഇന്ന് ലാസങ്കത്തീവിന്റെ ലാകത്ത് വായിച്ചിട്ടാണ് ഇവിടെ ഈ നാദാവൃത്ത മുജാഹിദിന്റെ തുടക്കം. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, ചിലരോടും പേരുണ്ടായിട്ടാ മുജാഹിദ് ഉണ്ടായത്. കന്നീലാകക്കുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നോ? ഞാനൊന്ന് ജനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ലാസങ്കത്തീവ് കറാമത്തുൽ ഔലിയായി മൗത്തിഹിം എന്ന ലാകത്ത് വായിച്ച മൗലവിമാരെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട്, ഉസ്താദുമാരെ പൊരുത്തം കൊണ്ട്, ഈ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് മുജാഹിദിനെ കണ്ടിക്കൽ വെച്ച് പിടിക്കണം. ഈ ഉസ്താദ് എനിക്ക് പൊരുത്തം തന്നിട്ടുണ്ട്. കാവൂർ ഉസ്താദും ഉള്ളാത്തകളും സർവ്വ ഉസ്താദുമാരും പൊരുത്തം തന്നിട്ടുണ്ട്. ആ മഹാന്മാരുടെ പൊരുത്തം കൊണ്ട് ഈ നാദാപുരത്ത് വെച്ച് മരിച്ചതിന്റെ ശേഷം ബാപ്പയ്ക്ക് കറാമത്തുണ്ടായി എന്ന് മൗലവിയെ കൊണ്ട് സമ്മതിപ്പിച്ചു കേട്ടോ. അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. കേട്ടോളൂ. കുടുംബത്തിന്റെ പേരുകൾ നമ്മളിപ്പോ എല്ലാവർക്കും ഫേമസ് ആയതോ അത് ഭക്തതാണ് കുട്ടികളോ അപ്പനെ ബാപ്പന്റെ കാരണമാണ് കുട്ടികളോ കണ്ടോ? അപ്പോ ബാപ്പ മരിച്ച കറാമത്തുണ്ടായി. കാരണം യാസീനോദിയതുകൊണ്ട്. ഇനി നിങ്ങൾ കേട്ടോളൂ സഹോദരന്മാരെ, ഞാൻ എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത് എന്താണ്? എനിക്ക് കേൾപ്പിക്കുന്നതിന് മുമ്പൊന്നും കൂടി പറയാം. ഇയാൾ പറയുന്നുണ്ട്, ബാപ്പ മുമ്പ് അങ്ങനെ യാസീനെ കോടി, പിന്നെ ഞാൻ ഹജ്ജിന് കൊണ്ടുപോയിട്ട് ബാപ്പനെ നന്നാക്കിയെടുത്ത്, അങ്ങനെ ബാപ്പ അവസാനം ഈമാനോടെ മരിച്ചു. ആദ്യം ജാഹിലിയ്യ കാലായിരുന്നു എന്ന് പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇയാള് നന്നാക്കിയെടുത്ത ഇയാളെ മുരീദായ ബാപ്പയ്ക്ക് മരിച്ചിട്ട് കറാമത്താണെങ്കിൽ ഈ മൗലവി മരിച്ചാൽ എത്രയായിരിക്കും കറാമത്ത്? ഇത് ശരിയാണല്ലോ. മൗലവി നിങ്ങളെ ബാപ്പ നിങ്ങളെ മുരീദാണല്ലേ നിങ്ങൾ പറഞ്ഞത്. ആ മുരീദിന് ഇങ്ങനത്തെ കറാമത്താണെങ്കിൽ മൗലവിന്റെ കറാമത്ത് എത്രയായിരിക്കും എന്നാണ് ചിന്തിക്കേണ്ടത്. അയാ മൗലവിന് പറഞ്ഞത്. എന്നാ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനിവിടെ അദ്ദേഹത്തിന്റെ ബാപ്പനെ ചീത്ത പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ബാപ്പനെ ചീത്ത പറഞ്ഞിട്ടില്ല, അയാളെ ബാപ്പനെയും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. ശരിക്ക് നിങ്ങളൊന്ന് കേൾക്കി. ഞാൻ ചീത്ത പറയുന്നുണ്ടോ? ഈ മൗലവിയുടെ സ്വന്തം പിതാവ്, മൗലവിയുടെ സ്വന്തം പിതാവ്, സ്വന്തം പിതാവ് എന്ന് പറഞ്ഞാൽ
മുസ്ലിയാ. അദ്ദേഹം കട്ടുപ്പാറ ജുമാഅത്ത് പള്ളിയിലെ മുക്രിയൻ. നിങ്ങൾ മനസ്സിലാക്കണം, പോക്കറുമല്ല എന്നാ പേര്. ഈ പോക്കറുമല്ല ഈ അടുത്താണ് മരിച്ചത്, ഈ കഴിഞ്ഞ വലിയ പെരുന്നാളുടെ അടുത്താണ് മരിച്ചത്. ഈ പോക്കറുമല്ല അദ്ദേഹത്തിന് ഒരു മകൻ മുഹമ്മദ് അലി ദാരിമി, കട്ടുപ്പാറ ജുമാഅത്ത് പള്ളിയിലെ ഖാദിയാണ്. വേറൊരു മകൻ ഉമർ ഫൈസി, അത് വേറൊരു മൂല്യാണ്. മൂന്നാമത്തെ മകനാണ് ഹുസൈൻ സലഫി. നാലാമത്തെ മകനാണ് അബൂബക്കർ, അയാളൊരു ടൈലർ. അഞ്ചാമത്തെ മകളാണ് മാളു. ആറാമത്തെ ആളാണ് സൈനബ. ഏഴാമത്തെ ആളാണ് റംല. ഈ മുസ്ലിയാർ പിതാവ് ഹുസൈൻ സലഫിയുടെ പിതാവ് അദ്ദേഹം മരിച്ചു. ഈ അടുത്ത് മരിച്ചപ്പോ സാധാരണ സുന്നികളായ ആളുകൾ മരിച്ചാൽ ഉണ്ടാകുന്ന എല്ലാ കർമ്മവും നടന്നിട്ടുണ്ട്. മയ്യത്ത് വെച്ച് ഖുർആൻ ഓതിയിട്ടുണ്ട്, ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, മയ്യത്ത് മറവ് ചെയ്തതിന് ശേഷം ദ്വാരക്കൽ കഴിച്ചിട്ടുണ്ട്, അന്നദാനുണ്ട്, ദിക്റുണ്ട്. 40 ദിവസം മങ്കൂസ് മൗലിദ് ഓതിയിട്ടുണ്ട്. പറയുന്നു 40 ദിവസം. ഈ പോക്കറുമല്ലയുടെ മകനാണ് ഹുസൈൻ സലഫി. നിങ്ങൾക്ക് ആർക്കും വിഷമം വേണ്ട, ഞാൻ കുഞ്ഞബ്ദുള്ളാജിന്റെ മകനാണേ, എനിക്കതിനൊരു വിഷമമില്ല. എന്റെ ബാപ്പന്റെ പേര് ഞാൻ തിരിച്ചൊന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അദ്ദേഹം പോക്കറുമല്ലയുടെ മകൻ. ഈ പോക്കറുമല്ല ഹുസൈൻ സലഫിയെ പോറ്റി വളർത്തിയത് എങ്ങനെയാ? ഹുസൈൻ സലഫിയെയും കൂട്ടിയിട്ട് മങ്കൂസ് ഓതാൻ പോകും, വൈദ്യമാല പാടാൻ പോകും, യാസീൻ ഓതാൻ പോകും. എന്നിട്ടോ അപ്പൊ പോക്കറുമല്ലയുടെ കീശയില് പെരിന്തൽമണ്ണക്കടുത്ത് കട്ടിപ്പാറുള്ള ആൾക്കാർ ഹരിയായിട്ട് എന്തെങ്കിലും ഇട്ടുകൊടുക്കും. ചിലപ്പോൾ സലഫീന്റെ കീശയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടാവും, ഞാൻ വിചാരിക്കുന്നു, എനിക്ക് ഉറപ്പില്ല. അപ്പൊ ഇങ്ങനെ ഈ കിട്ടിയ പണം കൊണ്ടാണ് ഹുസൈൻ സലഫിയെ ആ പാവപ്പെട്ട മനുഷ്യൻ പോറ്റി വളർത്തിയത്. പക്ഷേ ആ പാവപ്പെട്ട മനുഷ്യൻ മരിക്കുന്നതോടെ മറ്റു മക്കളൊക്കെ സുന്നത്ത് ജമാഅത്തിൽ നിന്നെങ്കിലും ഈ മരിച്ച ബാപ്പ യാസീൻ ഓതിയിട്ട് പണം വാങ്ങിയത് വളരെ മോശമായി പോയി എന്ന് നാദാമടുത്ത് വന്ന് പ്രസംഗിക്കാനാണ് ഹുസൈൻ സലഫി. ഒരു മനുഷ്യൻ കുരുത്തം കെട്ടാല് അതിനൊരു പരിധിയില്ലേ? സ്വന്തം ബാപ്പ യാസീൻ ഓതിയിട്ട് പൈസ വാങ്ങിയത് അയാൾ പരിഹസിക്കുന്നത് നിങ്ങളൊന്ന് നോക്കണം. പേരോടിനെയല്ല നിങ്ങൾക്ക് ഉറപ്പല്ലേ? നിങ്ങൾ എന്റെ നാട്ടുകാരല്ലേ? പേരോട് നാരെങ്കിലും എനിക്ക് യാസീൻ ഓതിയിട്ട് പൈസ പറയാൻ പറ്റുമോ? പേരോട് എന്ന് പറഞ്ഞ പ്രദേശത്തുനിന്ന് യാസീൻ ഓതിയിട്ട് എനിക്ക് ഏതെങ്കിലും ഒരാള് യാസീൻ ഓതിയിട്ട് പൈസ എന്ന് തെളിയിക്കാൻ കഴിയും? നാദാവൃത്തുനിന്ന് യാസീൻ ഓതിയിട്ട് എനിക്ക് പൈസ എന്ന് തെളിയിക്കാൻ കഴിയും? അപ്പൊ എന്തായാലും ആ വലിയ എന്നെ കൊള്ള മാറ്റാൻ വകുപ്പില്ലല്ലോ. അപ്പൊ യാസീൻ ഓതിയിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങുന്നത് ആരെ സംബന്ധിച്ചാണ്? വെമീർ മടങ്ങുന്നത് കബറിലേക്കാ. ആരെ കബറില്? ഹുസൈൻ സലഫിന്റെ കബറില്. കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ഹുസൈൻ സലഫിന്റെ ബാപ്പന്റെ കബറിൽ പറയുന്നത്. അത് ഞാനൊന്ന് ചുരുക്കിയതാ കേട്ടോ, കാരണം ബാപ്പനെ പറഞ്ഞു പോയി നാളെ ഹുസൈൻ സലഫിന്റെ കബറിൽ നിന്നല്ലേ ഞാൻ പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ എന്ത് പറയും? ഹുസൈൻ സലഫിന്റെ ബാപ്പന്റെ കബറിൽ നിന്ന് പറയും, ബാപ്പനെ പറഞ്ഞു എന്ന് പറയൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ബാപ്പനെ ഒഴിവാക്കി ഹുസൈൻ സലഫിന്റെ കബറിൽ നിന്ന് പറയും. കാരണം അതിന്റെ ദോഷം ബാപ്പ എല്ലാം അനുഭവിക്കുക, ഇയാളെ അനുഭവിക്കുക.